ഹായ് ഫ്രണ്ട്സ്, മലയാളികളുടെ സ്വന്തം മലയാളം ടെക്നോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആപ്ലിക്കേഷൻ്റെ പേര് കേരള എന്നാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ യൂസർ നെയിം, പാസ്വേഡ് എന്ന രണ്ട് ഓപ്ഷൻ കാണും. ആദ്യമായിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ താഴെ ന്യൂ യൂസർ രജിസ്റ്റർ ഹിയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ യൂസർ നെയിം എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു യൂസർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. യൂസർ നെയിം എൻ്റർ ചെയ്തതിന് ശേഷം ഫസ്റ്റ് നെയിം എന്നുള്ളതിൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ യൂസർ നെയിം ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ യൂസർ നെയിം നോട്ട് അവൈലബിൾ എന്ന് കാണിക്കും. എന്നാൽ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ യൂസർ നെയിം അവൈലബിൾ കാണിക്കും. അവൈലബിൾ കാണിച്ചു കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള ഓരോ ഓപ്ഷൻസ് ഫില്ല് ചെയ്യുക. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്. സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കും. ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ കൊടുക്കുക. സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ കൊടുത്താലേ നമ്മുടെ പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് റിക്കവർ ചെയ്തെടുക്കാൻ കഴിയും. അതിനുശേഷം പാസ്വേഡ് എൻ്റർ ചെയ്യുക. പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോൾ മിനിമം 8 ക്യാരക്ടറെങ്കിലും വേണം. ഒരു അപ്പർ ക്യാരക്ടർ, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ, ആൽഫബറ്റും വേണം, ഒരു നമ്പറും വേണം. ഈ രീതിയിലുള്ളൊരു പാസ്വേഡ് വേണം നമ്മളതിൽ കൊടുക്കാൻ. പാസ്വേഡ് സ്ട്രോങ് അല്ല എന്ന് കാണിക്കുകയാണെങ്കിൽ പുതിയ ക്യാരക്ടർ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഒരു OTP കോഡ് എൻ്റർ ചെയ്യാൻ കാണിക്കും. നിങ്ങളിതിൽ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിൽ ആ OTP കോഡ് വരുന്നതാണ്. ആ നമ്പർ അതിൽ കൊടുത്ത് ഓക്കെ കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ വീണ്ടും ഫസ്റ്റത്തെ ഒരു ഇൻ്റർഫേസ് വീണ്ടും വരുന്നതാണ്. ഇതിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് ലോഗിൻ കൊടുക്കുക. ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും. അതിൽ സർവീസ്, ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻഫർമേഷൻ, എമർജൻസി എന്ന് പറഞ്ഞ് കുറച്ച് ഓപ്ഷൻസ് കാണും. അതിന് താഴെ കുറേ ഐക്കൺസും കാണാം. ഇതിലിപ്പോൾ നമുക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ റവന്യൂ എന്നും കാണും, പഞ്ചായത്ത് എന്നും കാണും. റവന്യൂ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതുവഴി അപ്ലൈ ചെയ്യാൻ കഴിയും. ഇൻകം സർട്ടിഫിക്കറ്റ് എല്ലാം നമുക്ക് ഇതിൽ കൂടെ അപ്ലൈ ചെയ്യാൻ കഴിയും. ഇനി അപ്ലൈ ചെയ്യുന്ന സമയത്ത് പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി പഞ്ചായത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ ഓപ്ഷൻസ് ഉണ്ട്. സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആയാലും കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആയാലും ഇൻകം സർട്ടിഫിക്കറ്റും എല്ലാം അപ്ലൈ ചെയ്യാൻ കഴിയും. ഇനി ഏതെങ്കിലും വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ പെർമിറ്റ് ആൻഡ് ലൈസൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ RTO എന്നൊരു ഓപ്ഷൻ വരും. അതും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൽ ലൈസൻസ് ഡീറ്റെയിൽസ്, വെഹിക്കിൾ ഡീറ്റെയിൽസ്, ട്രാഫിക് സൈൻ എന്ന് പറഞ്ഞ 3 ഓപ്ഷൻ വരും. ഇതിൽ വെഹിക്കിൾ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ വെഹിക്കിളിൻ്റെ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ ആ വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ലഭിക്കുന്നതാണ്. ചേസ് നമ്പർ കൊടുക്കണം എന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാനൊരു വെഹിക്കിളിൻ്റെ നമ്പർ കൊടുത്തു. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാമാണ് ഈ കാണിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം, ഓണർഷിപ്പ് ഉൾപ്പെടെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഹെൽത്ത് എന്നുള്ളതാണ്. ഹെൽത്ത് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ബ്ലഡ് ബാങ്ക് എന്നൊരു ഓപ്ഷൻ വരും. അതും സെലക്ട് ചെയ്ത് കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ ബ്ലഡ് ഡോണർ രജിസ്ട്രേഷൻ എന്ന് കാണും, സെർച്ച് എ ബ്ലഡ് ഡോണർ എന്ന് കാണും, ബ്ലഡ് ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് 3 ഓപ്ഷൻസ്. ഇതിൽ സെർച്ച് ബ്ലഡ് ഡോണർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥലവും ബാക്കി ഡീറ്റെയിൽസും കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്, കോൺടാക്ട് നമ്പർ സഹിതം. ഡീറ്റെയിൽസ് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആ ഗ്രൂപ്പിലെ ബ്ലഡ് ഉള്ള ആളുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടാൽ ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന വീഡിയോസ് ആദ്യം നിങ്ങളിൽ എത്തുന്നതാണ്.